ഇന്ത്യയുടെ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ വരാൻ പോവുകയാണ്. നമുക്കറിയാലോ, അടുത്ത ദിവസം അഫ്ഗാനിസ്ഥാനെതിരെയാണ് മത്സരം നടക്കുന്നത്. സെക്കൻഡ് റൗണ്ടിലെ മൂന്നാമത്തെ മത്സരമാണ്. 3-4 മത്സരങ്ങളാണ് ഈ ഒരു ഫിഫ കലണ്ടറിൽ നടക്കുന്നത്. ഒന്ന് എവേയും ഒന്ന് ഹോമിലും ആയിട്ടാണ് നടക്കുന്നത്. അപ്പം ആദ്യം തന്നെ ഞാൻ ഈ ഒരു മത്സരം എപ്പോഴാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. കാരണം അല്ലെങ്കിൽ തന്നെ ആ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെയുള്ള രീതിയിൽ കമൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം മത്സരം നടക്കാൻ പോകുന്നത് നാളെ രാത്രി സൗദി സമയം 10 മണിക്കാണ്. അതായത് ഇന്ത്യൻ സമയം ഏതാണ്ട് 12:30 ആയിട്ട് വരും. റമദാൻ ടൈമൊക്കെ ആയതുകൊണ്ടാണ് ഈ ഒരു 10 മണി സമയമൊക്കെ വെച്ചിരിക്കുന്നത്. സൗദി വെച്ച് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാലോ, അഫ്ഗാനിസ്ഥാനിൽ വെച്ച് മത്സരങ്ങൾ നടത്താനുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് സൗദി ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അബഹ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉള്ളൊരു മേഖലയാണ്. ഈ രാത്രി സമയത്തൊക്കെ ഞാൻ നോക്കിയ സമയത്ത് ഏതാണ്ട് 15 ഡിഗ്രിയിലൊക്കെ താഴെയാണ് ഒരു ക്ലൈമറ്റ്, അങ്ങനെ ടെമ്പറേച്ചർ എന്നൊക്കെ പറയുന്നത്. അപ്പം ഒരു നല്ല ബുദ്ധിമുട്ടേറിയ നല്ലൊരു ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇവിടുന്ന് ഒരു ചൂടിൽ നിന്ന് അങ്ങോട്ട് പോയൊരു നല്ല തണുപ്പിലൊക്കെ കളിക്കേണ്ടി വരും. ഏതായാലും നമ്മൾ ഒരു വീക്കൊക്കെ ആയിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വേണമെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ഏതായാലും ടെലികാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ഫാൻ ഗോഡിൽ അവൈലബിൾ ആണ്. അതുപോലെ DD സ്പോർട്സിലുമാണ് നമുക്ക് മത്സരങ്ങൾ വീക്ഷിക്കാൻ കഴിയുക. നമ്മൾ ഓൾറെഡി നോർ ഒപ്പോണൻസിൽ അഫ്ഗാനിസ്ഥാനെ പറ്റി സംസാരിച്ചാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു പ്രധാനപ്പെട്ട താരമില്ല. മറ്റാരും വല്ല സന്ദേശ് സിംഗിന് ഏഷ്യൻ കപ്പിൽ ഇഞ്ചുറി പറ്റിയത്. എന്നാൽ അൻവർ അലി തിരിച്ചെത്തുന്നു, ജിക്സൺ സിംഗ് തിരിച്ചെത്തുന്നു എന്നുള്ള അഡ്വാൻറ്റേജ് ആണ്. അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ മുതലാക്കണം. അതായത് അവരുടെ 15ഓളം പ്ലേയേഴ്സൊക്കെ ഇപ്പോഴും അവൈലബിൾ അല്ല. സ്റ്റിൽ അവർ പ്രൊട്ടസ്റ്റിലൊക്കെയാണുള്ളത്. അപ്പം പ്രധാനപ്പെട്ട ഇപ്പം അമീരിയും അതുപോലെ തന്നെ മുഹമ്മദ് അങ്ങനെയുള്ള താരങ്ങളൊക്കെ തന്നെയാണുള്ളത്. ഇപ്പോൾ 23-അംഗ സ്ക്വാഡിൽ തന്നെ നോക്കിയാൽ ഞാൻ നോർ ഒപ്പോണൻസ് പറഞ്ഞു 19ഓളം പ്ലേയേഴ്സ് അവരുടെ ഒറിജിൻ പ്ലേയേഴ്സ് ആണ് എന്നുള്ളതൊക്കെ. സോ അവരെ ഒരു ജെല്ലായിട്ട് കളിപ്പിക്കുക എന്നുള്ളത് ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന് പറയുന്ന പരിശീലകനെ സംബന്ധിച്ചിടത്തോളം ഒരു ചടങ്ങ് തന്നെയാണ്. ഇപ്പം ആഷ്ലി വെസ്റ്റ്വുഡിനെ പറ്റി അറിയാമല്ലോ, അദ്ദേഹം ഇന്ത്യയിൽ സുപരിചിതനാണ്. ഇപ്പം BFCയിൽ ഒരു സക്സസ് കണ്ടെത്തിയിട്ടുള്ള പരിശീലകനാണ്. ഇന്ത്യൻ പ്ലേയേഴ്സിനെയൊക്കെ അടുത്തറിയാവുന്നതാണ്. അപ്പം അതും തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചലഞ്ചാണ്. ഇന്ത്യൻ പ്ലേയേഴ്സിനെയൊക്കെ അറിയാവുന്ന ഒരു പ്ലെയർ ഇന്ത്യക്കെതിരെ കളിക്കുന്നു എന്നുള്ളൊരു ഫാക്ട്. ഇന്ത്യയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് ചില ചേഞ്ചസ് ഒക്കെ എന്താണെങ്കിലും ഉണ്ടാകുമെന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് സുനിൽ ഛേത്രി ഇപ്പം ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്. അവിടെ ഒരു ചേഞ്ച് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. സ്റ്റിൽ അദ്ദേഹത്തെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹം 40 വയസ്സായി കഴിഞ്ഞു. അദ്ദേഹത്തെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ താപ്പയൊക്കെ ഒന്ന് ഡൗൺ ആണ്. സോ ഈ പൊസിഷൻസിലൊക്കെ ഉറപ്പായിട്ടും ചില ചേഞ്ചസ് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ജിക്സൺ ആണ് ഇഞ്ചുറി കഴിഞ്ഞ് വരികയാണ്. അദ്ദേഹത്തെ ഇൻക്ലൂഡ് ചെയ്യുക ആദ്യ മാച്ചിൽ ആദ്യ 11-ൽ തന്നെ എന്നൊക്കെ ഉള്ളത് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഇഗോർഷി മാച്ച് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. നമ്മൾ മുന്നോട്ട് പോകുമെന്നൊക്കെയുള്ള നിലയ്ക്ക് തേർഡ് റൗണ്ടിലേക്കൊക്കെ എത്തുമെന്നുള്ള നിലയിൽ തന്നെ ഭയങ്കര ഒരു പ്രതീക്ഷയിലാണ്. അതിനുറപ്പായിട്ട് ഈ പറഞ്ഞതുപോലെ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള 2 മത്സരങ്ങളും വിൻ ചെയ്യുക എന്നുള്ളതാണ്. അഫ്ഗാനിസ്ഥാനെതിരെ കഴിഞ്ഞ നമ്മൾ 3 മാച്ചസ് 2 മാച്ചസ് ഡ്രോ ആയി, 1 മാച്ച് വിൻ ചെയ്തു. ആ വിൻ ചെയ്ത മാച്ച് വളരെ കഷ്ടപ്പെട്ട് അവസാനത്തെ മിനിറ്റിൽ ആ സഹലിൻ്റെ ഒരു ഗോളിലേക്കാണ് വിജയിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ടഫ് മാച്ച് തന്നെ ആയിരിക്കും. പക്ഷേ ഇങ്ങനത്തെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ അഫ്ഗാനിസ്ഥാനുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് മറ്റ് സൈഡിൽ അഫ്ഗാനിസ്ഥാനുണ്ട്. അതൊക്കെ എങ്ങനെ മുതലാക്കുന്നു എന്നുള്ളത് നോക്കിയിരിക്കേണ്ടതുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ക്ലൈമറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഉറപ്പായിട്ടും പ്രതീക്ഷയോടുകൂടി നോക്കി കാണുന്നൊരു മത്സരം തന്നെയാണ്. ഒരു വിട്ടുവീഴ്ചയും കൊടുക്കാൻ പറ്റാത്തൊരു മത്സരം തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ ഒരു എക്സ്പെക്റ്റഡ് 11 ഒന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പറായിട്ട് ഉറപ്പായിട്ടും ഗുർപ്രീത് സിംഗ് സന്ധു തന്നെ. സെൻട്രൽ ബാക്സിലേക്ക് വരുന്നൊരു സമയത്ത് രാഹുൽ ബേക്കെ ആൻഡ് അൻവർ അലി എന്നിവരെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ജിങ്കിൻ്റെ അഭാവത്തിൽ. ആൻഡ് റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ നിഖിൽ പൂജാരി, ലെഫ്റ്റിൽ ആകാശ് മിശ്ര, മിഡ്ഫീൽഡിലേക്ക് വരുന്നൊരു സമയത്ത് അപ്പുയ ആൻഡ് സുരേഷ് എന്നിവരെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ജിക്സൺ ഇനിയും വരാനുള്ള സാധ്യതകൾ കുറച്ച് കുറവാണെന്നാണ്, ആദ്യ 11-ൽ തന്നെ എത്താനുള്ള സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് ഉറപ്പായിട്ടും സഹൽ അബ്ദുൽ സമദ് തന്നെ. ലെഫ്റ്റിലേക്ക് വരുമ്പോൾ അലും സല ചെങ്ക്രെ, റൈറ്റിൽ മൻവീർ സിംഗ് ആൻഡ് ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ ഞാൻ വിക്രം പ്രതാപ് സിംഗിനെയാണ് ഈ ഒരു മത്സരത്തിൽ പ്രതീക്ഷിക്കുന്നത്. കാരണം വിക്രം പ്രതാപ് അറിയാലോ, ISL നന്നായിട്ട് ഗോൾ അടിക്കാനുള്ള ഒരു ഇൻസ്റ്റിൻ്റ് ഉള്ള പ്ലെയറാണ്. അദ്ദേഹത്തിന് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഒരു പക്ഷേ മറ്റ് ചേഞ്ചസ് വരാവുന്ന ചിലപ്പോൾ ലെഫ്റ്റ് ബാക്കിൽ ആകാശ് മിശ്രയ്ക്ക് വരെ സുഭാഷിഷ് ബോസ് വരാനുള്ള സാധ്യത ഉണ്ട് ചിലപ്പോൾ. അതുപോലെ മിഡ്ഫീൽഡിൽ അപ്പുവയ്ക്ക് വരെ മേബി ദീപക് ടാങ്കരിയെ പരിഗണിക്കാം. പിന്നെ ഇതൊക്കെ തന്നെ ആയിരിക്കും. മൻവീറൊക്കെ ഫിറ്റാണെങ്കിൽ മൻവീർ പ്രത്യേകിച്ച് കുവൈറ്റിനെതിരെ ആ ഒരു ഗോളൊക്കെ അടിച്ച സിറ്റുവേഷൻസ് ഉണ്ട്. സോ അവിടെ മൻവീറിനെ പരിഗണിക്കാൻ തന്നെയൊക്കെയാണ് സാധ്യതകൾ കാണുന്നത്. ഏതായാലും പറഞ്ഞതുപോലെ നമുക്ക് 3 പോയിന്റ്സ് മസ്റ്റ് ആയിട്ടുള്ളൊരു മത്സരം തന്നെയാണ്. ഒരു എക്സ്ക്യൂസസും പറയാനില്ല. സോ ആ ഒരു മത്സരം വിജയിക്കുക തന്നെ വേണം. എന്താണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ? ഉറപ്പായും കമ്പോസ് ചെയ്യാൻ പറ്റുക.